ഒരു എപ്പോഴും ഒരാളുടെ കീഴിൽ മാത്രം അടിച്ചമർത്തപ്പെടേണ്ടവളല്ല സ്ത്രീ. ആ സ്ത്രീക്ക് അവളുടേതായ കാഴ്ചകളുണ്ടാവണം, അവളുടെ കാഴ്ചപ്പാടുകളുണ്ടാവണം, സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുകളുണ്ടാവണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അവർ സമൂഹത്തിൽ കൂടുതൽ ഉന്നതിയിലെത്തുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പകൽ മാത്രം കിട്ടുന്നൊരു സ്വാതന്ത്ര്യമാണ്. രാത്രി സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഇന്നും നിഷേധിക്കപ്പെടുകയാണ്. ഇന്ന് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇന്നും സ്ത്രീക്ക് ലഭിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നു. രാത്രി സഞ്ചാരം ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ പറയുമ്പോൾ സ്ത്രീകളുടെ രാത്രി സഞ്ചാരത്തെക്കുറിച്ച് പറയേണ്ടി വരും. ഒരു കാലത്ത് പഞ്ചായത്തുകൾ തോറും സ്ത്രീകളുടെ രാത്രി നടത്തുകയുണ്ടായി. എന്നാൽ അത് എത്രത്തോളം വിജയമായി എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അന്ന് നടത്തിയ രാത്രി സഞ്ചാരം, വലിയ കൂട്ടമായി നടത്തിയ രാത്രി സഞ്ചാരം ഇന്നും സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്ന തോന്നൽ നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല രാജ്യങ്ങളിലും, പല വിദേശ രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എതിലെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ, കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെ ഇന്ന് ഒറ്റയ്ക്ക് സ്ത്രീക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇന്നും സഞ്ചരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മയക്കുമരുന്നുകളും കഞ്ചാവുകളും ഉള്ള സംഘങ്ങൾ വിലസുന്ന നാടാണ്. ഈ നാട്ടിലൂടെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ അവർക്ക് പല ഭവിഷ്യത്തുകളും നേരിടേണ്ടി വരും. അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഇവിടുത്തെ സർക്കാരും പോലീസ് സംവിധാനങ്ങളും വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ. അതാണ് ആദ്യമേ ഉണരേണ്ടത്, അതാണ് ആദ്യമേ ചെയ്യേണ്ടത്.